ജെനുവിനാണോ അല്ലയോ ജെനുവിനായിട്ടുള്ള ആൾക്കാരാണോ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അവരുടെ ട്രാക്ക് എന്താണ്, അവരൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് എന്താണ്, അവർ ചെയ്തിട്ടുള്ള ജെനുവിനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണോ, ക്രെഡിബിലിറ്റി ഉള്ളവരാണോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തുണി അഴിച്ചിട്ട് റോഡിൽ നിൽക്കുന്ന അവസ്ഥയാവും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇന്ന് പല ആൾക്കാരും പലതിനകത്തും പോയി ചാടുന്നത്. ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. 4 വഴിയിൽ നിന്നും പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ വരും. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് നല്ലതേതാ ചീത്തയേതാന്ന് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനിയുള്ള കാലത്ത് പല ആൾക്കാർ പല സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് 100 കണക്കിന് അല്ല 1000 കണക്കിന് ഓപ്പർച്യൂണിറ്റിക്കകത്തുനിന്ന് ഏറ്റവും നല്ലത് ആപ്റ്റായിട്ടുള്ള തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അതിനകത്ത് പല ആൾക്കാരും എന്നോട് പറഞ്ഞാൽ അവരുടെ നല്ല ഇൻകം പ്ലാനാണ്. ഇൻകം പ്ലാൻ അല്ല ഇമ്പോർട്ടൻറ്റ്. ഇൻകം പ്ലാൻ ആരുണ്ടാക്കുന്നതാണ്? മനുഷ്യരുണ്ടാക്കുന്നതാണ്. ഇൻകം പ്ലാനോ പ്രൊഡക്റ്റോ പോലും മോശമല്ലെങ്കിൽ പോലും നമുക്കത് വേണം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പീപ്പിളാണ്, മനുഷ്യരാണ്. മനുഷ്യരെ ചേഞ്ച് ചെയ്യാൻ ബേസിക് ക്യാരക്ടർ അവനവൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകണം. അത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് കുറേ ഡെക്കറേഷൻ ഉണ്ടാക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു ഫാമിലിയിൽ നിന്നുണ്ടായി വരുന്ന പേരൻസും അപ്പനും അപ്പൂപ്പന്മാരും ആ ഒരു നമ്മുടെ അതാണ് ട്രഡീഷണൽ പാരമ്പര്യം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. അവിടെയാണ് ക്യാരക്ടർ ഉണ്ടാകുന്നത്. ആ ക്യാരക്ടർ ഇല്ലാത്ത ഒരാൾക്ക് ക്യാരക്ടർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. കോമ്പിറ്റൻസി, അതായത് കഴിവുകൾ നമുക്ക് ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കാം, ക്യാരക്ടർ ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരാണെന്നൊന്നും അറിയാതെയാണ് പലരും പലതിനകത്തും പോയി ചാടുന്നത്. 3 മാസം കഴിഞ്ഞ് നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ളവരോടെല്ലാം പറയും 3 മാസം കഴിയുമ്പോഴത്തേനും ഇത് കാണുകയില്ല, അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തി വേറെ വഴിക്ക് പോയി, അല്ലെങ്കിൽ ആ കമ്പനി വേറെ വഴിക്ക് പോയി എന്ന് പറയും. നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ കോമാളിയായിട്ട് അല്ലെങ്കിൽ സർക്കസിലെ ബഫൂൺ വരുന്ന പോലെ ആയിരിക്കും പിന്നെ അവരെ കാണുന്നത് പബ്ലിക്ക്. അവൻ വരുന്നുണ്ട്, അടുത്ത കോടാലിയായിട്ടായിരിക്കും എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരിക്കും. ഇങ്ങനെയാണ് പല ആൾക്കാരും, പ്രത്യേകിച്ച് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ കമ്പനികൾ എൻഗാഷ് ചെയ്യുന്നത് ആൾക്കാരുടെ ഫേസ് വാല്യൂ, നമ്മുടെ ക്രെഡിബിലിറ്റിയാണ് എൻഗാഷ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആൾക്കാരോട് പറയുന്നത് വളരെ സൂക്ഷിച്ചേ പറയാവുള്ളൂ. ജെനുവിനാണോ അല്ലയോ ജെനുവിനായിട്ടുള്ള ആൾക്കാരാണോ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അവരുടെ ട്രാക്ക് എന്താണ്, അവരൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് എന്താണ്, അവർ ചെയ്തിട്ടുള്ള ജെനുവിനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണോ, ക്രെഡിബിലിറ്റി ഉള്ളവരാണോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തുണി അഴിച്ചിട്ട് റോഡിൽ നിൽക്കുന്ന അവസ്ഥയാവും. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇന്ന് പല ആൾക്കാരും പലതിനകത്തും പോയി ചാടുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് അതാണ് ഏറ്റവും, അതായത് ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാരെന്താണ്, കമ്പനി എക്സ്പെർട്ടൈസ് ഓഫ് പീപ്പിൾ, അവരുടെ എക്സ്പെർട്ടൈസ് എന്താണ്, അവർ ഈ പറയുന്ന വിഷയത്തിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് അവരുടെ വാല്യൂ സിസ്റ്റം, അവർ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ. എന്താണ് വാല്യൂ സിസ്റ്റം? നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഏത് തൊഴിലും ചെയ്യുന്നവർ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളുണ്ടാവും. പോക്കറ്റ് അടിക്കുന്നവർക്ക് പോലും, കള്ളന്മാർക്ക് പോലും അവർക്കൊരു ന്യായീകരണങ്ങളുണ്ട്. കാരണം അത് എനിക്കില്ലാത്തതുകൊണ്ടല്ലേ, ഞാൻ ഉള്ളവൻ്റെ അല്ലേ എടുത്തത്. എനിക്ക് തന്നെ പരിചയമുള്ള ഒരാളൊരു കള്ളനുണ്ട്. അദ്ദേഹം പറയുന്നത്, അതിപ്പോൾ നമുക്ക് വിശന്നിട്ടല്ലേ 2 യോട് കപ്പ പറിച്ച് തന്നെ അവരുടെ പറമ്പിൽ കപ്പയുണ്ട്, എനിക്കില്ല, എനിക്ക് വിശന്നിട്ട് ഒരു 2 യോട് കപ്പ പറിച്ചെന്ന് വെച്ചാൽ അവർ നശിച്ചൊന്നും പോകുമല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ന്യായീകരണമാണ്. മോഷ്ടിച്ചതല്ലേന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, കാരണം അദ്ദേഹം വിശ്വസിക്കുന്നത് അവർക്ക് ഒത്തിരി ഉണ്ടല്ലോ, ഞാൻ അതിനകത്ത് 2 ചോട് കപ്പ പറിച്ചെന്നല്ലേ ഉള്ളൂ, അല്ലെ ഒരു കൊല തേങ്ങ ഇട്ടെന്നല്ലേ ഉള്ളൂ. അതിനിപ്പോൾ ഇതിന് മാത്രം പറയാനുണ്ട് അവർക്ക് എത്ര തേങ്ങ ഉണ്ട്, ഞാനിപ്പോൾ 2 കൊല എടുത്തെന്ന് വെച്ചാൽ അവർ നശിച്ചു പോകും. മോഷ്ടിക്കുന്ന പല ആൾക്കാർക്ക് മോഷ്ടിച്ചതിന് ന്യായീകരണങ്ങളുണ്ട്. ചില ആൾക്കാർ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് 2500 രൂപയുടെ മറ്റേ ഡിന്നർ കഴിച്ചിട്ട് തിരിച്ചു പോരാൻ നേരത്ത് നൈഫും ഫോർക്കും എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോരുന്നവരുണ്ട്. ഒരു തരത്തിലുള്ള രോഗമാണ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ചിട്ട് അവിടുന്ന് തിരിച്ചു ഇറങ്ങി പോകുന്ന സമയത്ത് ബാത്റൂമിലെ ടവലും ഈ ഇതിൻ്റെ ക്ലോത്തും വരെ എടുത്ത് പെട്ടിക്കകത്ത് പാക്ക് ചെയ്തിട്ട് വരുന്നവരുണ്ട്. അവർക്കിത് ചോദിക്കാൻ മടി. എന്നിട്ട് അവർ പയ്യെ വില കുറഞ്ഞൊക്കെയാണ് അവർ മൈൻഡ് ചെയ്യാതെ കൊടുക്കും, കാരണം ഇത്രയും ബില്ല് മേടിക്കുന്നല്ലേ എന്ന് ഓർത്ത്. പക്ഷേ വില കൂടിയ സാധനമൊക്കെ എടുത്തിട്ടുണ്ട് അവർ പറയും, സാർ വല്ലതും അറിയാതെ വല്ലതും എടുത്ത് സാറ് മാറിപ്പോയിട്ടുണ്ടോ, ബാഗിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പറയാനൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇല്ലെങ്കിൽ ബില്ലിൻ്റെ കൂടെ അടിച്ച് കൈക്കകത്ത് കൊടുക്കും. കാരണം അവർക്കും ന്യായീകരണമുണ്ട് ഇത് എടുത്തവർക്ക്. എന്താണെന്നറിയോ, ഇവന് ഒരു ദിവസത്തേക്ക് നമ്മൾ 10,000 രൂപ റെൻറ്റ് കൊടുത്തതല്ലേ, അതിനകത്ത് ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കാരണം ന്യായീകരണം എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ അതാണ് വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വാല്യൂ സിസ്റ്റമായിട്ട് മാച്ച് ചെയ്യുന്നവരാണോ, അത് നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളുടെ പുറകിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാതെ ആരുടെയും കൂടെ പോയി ചാടിയിട്ട് 3-4 മാസം നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പോയി ഇത് പറഞ്ഞതിന് ശേഷം നമ്മുടെ പാരച്യൂട്ടിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ ആളില്ലെങ്കിൽ, പാരച്യൂട്ടിൻ്റെ അംബ്രല ഇല്ലെങ്കിൽ നമ്മൾ ചങ്കടിച്ച് നിലത്ത് വീഴും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാരൊക്കെ ജെനുവിൻ ആൾക്കാരാണോ, നല്ല ആൾക്കാരാണോ, അവരുടെ വാല്യൂ സിസ്റ്റം നേരെ ചൊവ്വേ നല്ല കാര്യങ്ങൾ ചെയ്തും നല്ല കാര്യം ചെയ്ത് ജീവിക്കണമെന്ന്, മനുഷ്യനെ സഹായിച്ചും മനുഷ്യന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തും അല്ലെങ്കിൽ മിനിമം വേറെ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിലും ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മളൊരു പരിപാടിക്ക് ചാടിയില്ലെങ്കിൽ നമ്മൾ അവസാനം നമ്മളുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം പോയി കിട്ടും. നമ്മളെ ആരും വിശ്വസിക്കാത്ത ഒരവസ്ഥ വരിക എന്നുള്ളതാണ് ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. പൈസയൊക്കെ പോയ നാളെ നമുക്കുണ്ടാവും. ഒരാൾക്ക് ജീവിതത്തിൽ പല ആൾക്കാരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പൈസയാണ്. പൈസ പോയാൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്നത്. സത്യത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലോസിൽ ഏറ്റവും ചെറിയ ലോസ് പൈസയാണ്. നമ്മുടെ ക്രെഡിബിലിറ്റി പോയി ആരും നമ്മളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഉള്ള ലോസ് എന്താണെന്ന് ആലോചിച്ച് നോക്കി.
നമ്മുടെ ആരോഗ്യം പോയി, വേറൊരാൾ നമ്മുടെ ബന്ധു കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. അവർക്ക് എന്ത് തരാൻ പറ്റും? പൈസയില്ല വേറൊരാൾക്ക് തന്ന് സഹായിക്കാം. അവരുടെ ബന്ധു വിചാരിക്കും അവനിപ്പം ഇത്തിരി മോശമാണ്, എനിക്കൊരു 50,000 രൂപ അവന് കൊടുത്ത് സഹായിക്കണമെന്ന് വിചാരിച്ചാൽ സഹായിക്കാം. നമുക്കൊരു അസുഖമാണെങ്കിൽ ആർക്ക് സഹായിക്കാൻ പറ്റും? നമ്മുടെ ക്രെഡിബിലിറ്റി പോയി, നമ്മളെ പേര് പോയി, അഡ്രസ്സ് പോയി, ആർക്ക് സഹായിക്കാൻ പറ്റും? അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിബിലിറ്റിയാണ്. അത് പോകാതിരിക്കണമെങ്കിൽ അത് തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാം.